നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രാകേഷ് കെ ആർ. ആദ്യം പ്രധാന വാർത്തകൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെണ്ണലിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ. ശനിയാഴ്ച രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. 8:15 കൂടി തന്നെ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ആദ്യ സൂചനകൾ ലഭ്യമാകും. വടക്കാഞ്ചേരി നഗരസഭയുടെ വോട്ടെണ്ണൽ വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഷൊർണൂർ നഗരസഭയുടേത് സെന്റ് തെരേസ സ്കൂളിലുമാണ് നടക്കുക. രാവിലെ 9 മണിയോടെ മിക്ക തദ്ദേശ സ്ഥാപനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷ. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രി ഇ-ഹെൽത്ത് സംവിധാനത്തിലേക്ക് മാറുന്നതോടെ OP ടിക്കറ്റ് എടുക്കുന്നതിനും മറ്റ് സേവനങ്ങൾക്കും UHID കാർഡ് നിർബന്ധമാക്കും. ഇ-ഹെൽത്ത് കേരള പ്രോജക്റ്റിന്റെ ഭാഗമായുള്ള ഈ മാറ്റം OP കൗണ്ടറുകളിലെ തിരക്ക് ഒഴിവാക്കുന്നതിനും ഓൺലൈൻ ബുക്ക് ചെയ്യുന്നതിനും സഹായിക്കും. UHID കാർഡുള്ളവർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്ത് സൗകര്യപ്രദമായ സമയത്ത് ഡോക്ടറെ കാണാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വളർച്ച തടയാൻ CPMഉം കോൺഗ്രസും തമ്മിൽ ധാരണയുണ്ടാക്കി വ്യാപകമായി കള്ളവോട്ട് ചെയ്തുവെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ വേണുഗോപാൽ ആരോപിച്ചു. വാണിയംകുളം പഞ്ചായത്തിലെ 18-20 വാർഡുകളിലടക്കം ഒരാൾ വോട്ട് ചെയ്തതായി കണ്ടെത്തിയെന്നും ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകുമെന്നും BJP നേതാക്കൾ അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരി നഗരസഭയിൽ മികച്ച പോളിംഗ് ശതമാനം രേഖപ്പെടുത്തി. 2020-നേക്കാൾ 0.06% വർധനവുണ്ടായി. നഗരസഭയിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് പടിഞ്ഞാറേക്കര ഡിവിഷനിലാണ്. അതേസമയം വടക്കാഞ്ചേരി ടൗൺ ഡിവിഷനിലാണ് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത്. വർദ്ധിച്ച പോളിംഗ് ശതമാനം ആർക്ക് അനുകൂലമാകുമെന്ന കണക്കുകൂട്ടലിലാണ് മുന്നണികൾ.